കവിത്രയങ്ങളിലെ ഉള്ളൂരിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഉള്ളൂരിനെ പറ്റിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. അതിൽ ആദ്യത്തെ ചോദ്യം ഉള്ളൂരിൻ്റെ ആദ്യ ഖണ്ഡകാവ്യം ഏതാണെന്നാണ്. ആദ്യ ഖണ്ഡകാവ്യം ഏതാണെന്നുള്ളതാണ്. ഉത്തരം കർണഭൂഷണം എന്നതാണ് കേട്ടോ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം, നമ്മൾ ചോദ്യം ശ്രദ്ധിക്കണം, ഖണ്ഡകാവ്യമാണ് ആദ്യം ചോദിച്ചത്, അത് കർണഭൂഷണമാണ്. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണെന്നാണ് ചോദ്യം, അത് ഉമാകേരളമാണ്. ഉമാകേരളത്തിനെ ബന്ധപ്പെടുത്തി നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധി വ്യക്തമാക്കാൻ ഉള്ളൂർ രചിച്ച കവിത ചിത്രശാല. ഉത്തരം ചിത്രശാല എന്നതാണ്. അതുപോലെ തന്നെ ഉള്ളൂർ രചിച്ച പച്ചമലയാള കൃതി ഏതാണെന്നാണ്. ഉള്ളൂർ രചിച്ച പച്ചമലയാള കൃതി ഏതാണ്? ഒരു നേർച്ച എന്നതാണ് ഉത്തരം, ഒരു നേർച്ച. അതുപോലെ തന്നെ ഉമാകേരളം ആട്ടക്കഥയായി പരിവർത്തനപ്പെടുത്തിയത് ആരാണെന്നാണ്. ഉമാകേരളം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ്. ആ മഹാകാവ്യത്തെ ആട്ടക്കഥയായി പരിവർത്തനപ്പെടുത്തിയത് ആരാണെന്നുള്ളതാണ്. PN പരമേശ്വരൻ എന്നാണ് ഉത്തരം. PN പരമേശ്വരൻ എന്നതാണ് ഉത്തരം കേട്ടോ. അടുത്തത് ഉള്ളൂർ രചിച്ച നാടകം ഏതാണെന്നാണ്. ഉള്ളൂർ രചിച്ച നാടകം അമ്പ എന്നതാണ് ഉത്തരം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളൂർ രചിച്ച സാഹിത്യ ചരിത്രം ഏതാണ് ചോദ്യം, അത് കേരള സാഹിത്യ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള കേരള സാഹിത്യ ചരിത്രമാണ് ഉള്ളൂർ രചിച്ചിട്ടുള്ള സാഹിത്യ ചരിത്രം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളൂർ രചിച്ച റിയലിസ്റ്റിക് കവിത ഏതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉള്ളൂർ രചിച്ച റിയലിസ്റ്റിക് കവിത ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം റിക്ഷ. റിയലിസ്റ്റിക് കവിത, ഉള്ളൂരിൻ്റെ റിയലിസ്റ്റിക് കവിത എന്ന് പറയുന്നത് റിക്ഷ എന്ന് പറയുന്ന കവിതയാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശനം മുൻനിർത്തി രചിച്ച ഉള്ളൂർ കവിത ഏതാണെന്നതാണ്. ചൈത്രപ്രഭാവം എന്നതാണ് ഉത്തരം. എന്താണ്? ചൈത്രപ്രഭാവം എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഉള്ളൂരിൻ്റെ രാമചരിതത്തെ പറ്റി പഠനം നടത്തിയിട്ടുണ്ട് ഉള്ളൂർ, അത് ഏതാണെന്നാണ്. ആ പുസ്തകത്തിൻ്റെ പേര് പ്രാചീന മലയാള മാതൃകകൾ. എന്താണ്? പ്രാചീന മലയാള മാതൃകകൾ എന്നതാണ് കേട്ടോ. അടുത്തത് കേരള സാഹിത്യ ചരിത്രം പ്രസിദ്ധീകരിച്ചത്. ഈ കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ ചരിത്രകൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പ്രസിദ്ധീകരിച്ചത് ആരാണ്? പ്രസാധകർ ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം തിരുവിതാംകൂർ സർവകലാശാലയാണ് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഓമനെ നീ ഉറങ്ങ് എന്ന താരാട്ടുപാട്ട് രചിച്ചത്. വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് താരാട്ടുപാട്ടാണ് ഓമനെ നീ ഉറങ്ങ്. അത് രചിച്ചിട്ടുള്ളത് ഉള്ളൂരാണ്. അതുപോലെ തന്നെ ഉമാകേരളത്തിന് G. ശങ്കരക്കുറുപ്പ് രചിച്ച ഗദ്യാഖ്യാനം ഏതാണെന്നാണ്. അത് രാജനന്ദിനി എന്നതാണ് ഉത്തരം. ഈ കവിത്രയങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, ആളുകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട കാവ്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് കവിത്രയങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള, അതുപോലെ തന്നെ ചെങ്ങമ്പുഴയുടെ കവിതകൾ, ഇടപ്പള്ളിയുടെ കവിതകൾ, അതൊക്കെ കവിത്രയത്തിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കവികളാണ്. അവരുടെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കവിത്രയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കവിത്രയത്തിന് ശേഷം വന്നിട്ടുള്ള ഈ ചെങ്ങമ്പുഴ, അതുപോലെ തന്നെ ഇടപ്പള്ളി, അങ്ങനെയുള്ള ആളുകളുടെ സുകുമാരൻ അഴീക്കോട് സുകുമാരൻ അഴീക്കോട് അങ്ങനെയല്ല, പക്ഷെ ആള് കുറേ ക്രിട്ടിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരും കേട്ടോ.